മരം മുറിക്കുന്ന വിഷയം കൊണ്ട് ഒരു അടിപൊളി വാട്ടർ ജെറ്റ് സർഫ് ബോർഡ് ഉണ്ട്. 3 മാസങ്ങൾക്ക് മുന്നേ സർഫിംഗ് പഠിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടാക്കിയതാണ് ഈ സർഫ് ബോർഡ്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ സ്പീഡ് തീരെയില്ല. കാരണം നമ്മൾ ഈ സർഫ് ബോർഡിനെ നമ്മുടെ ഈ കുഞ്ഞു ബോട്ട് ഉപയോഗിച്ച് കെട്ടി വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന് പകരം ഈ എഞ്ചിൻ എടുത്ത് നേരെ ഈ സർഫ് ബോർഡ് വെച്ച് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ അതൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ഇമ്പല്ലർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് വലിയ റിസ്ക്കാണ്. സോ ഞാനൊരു 3D പ്രിൻറ്റഡ് വാട്ടർ ജെറ്റ് ഡിസൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ 3D പ്രിൻറ്റ് ചെയ്ത പാർട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിനൊക്കെ. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് ഇമ്പല്ലറൊക്കെ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ 2 ഇമ്പല്ലർ വരുന്നുണ്ട്. ഇത് ഇത്തിരി അഗ്രഷൻ കുറഞ്ഞതാണ്, ഇത് പവർ കൂടിയ സാധനമാണ്. നമ്മൾ ഇതാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഈ എഡ്ജൊക്കെ ഞാൻ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ചെറുതായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 8 mm ത്രെഡഡ് റോഡിൽ കയറ്റി നെറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇമ്പല്ലർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബെയറിംഗ് ഇട്ടെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തെടുത്ത ബെയറിംഗാണിത്. ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതെന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം 16 mm ചെറിയ ബെയറിംഗ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്കാണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മളെ ഇൻടേക്കിലും ഒരു ബെയറിംഗ് ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഇമ്പല്ലർ എടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത ഈ ബെയറിംഗ് വേണ്ട അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലോ കറക്റ്റർ സെറ്റ് ചെയ്തെടുത്ത് ഈ ഇൻടേക്കിൽ താണ്ട് ഇതേപോലെ ഇങ്ങനെ ഇതിലേക്കൂടി കയറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ 3D പ്രിൻറ്റഡ് വാട്ടർ ജെറ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റാണ്. നമ്മൾ 3D പ്രിൻറ്റ് ചെയ്തെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഡ്രില്ല് കയറ്റിയിട്ട് അടിച്ചു നോക്കാം എന്തുമാത്രം പവർ ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം പവറൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ മിനിമം ഒരു 9000 RPM എങ്കിലും വേണം. സോ നമ്മളിത് പവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ബോട്ടിൽ ഉപയോഗിച്ച സെയിം ചെയിൻസാ മെഷീനാണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഇമ്പല്ലർ വരുന്ന ഭാഗമൊക്കെ നമുക്ക് ഊരി മാറ്റാം. ഇത് നമുക്കിങ്ങനെ ഡയറക്റ്റ് ഷാഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ക്ലച്ച് വെളിയിലോട്ട് എടുത്തിട്ട് വേണം ഈ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യാൻ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പോക്കറ്റ് സെറ്റ് ചെയ്ത ക്ലച്ച് നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ നമ്മൾ പഴയ ക്ലച്ച് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ക്ലച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലച്ച് ഡ്രം കൂടി വേണം. ഇത് നമ്മളെ സൈക്കിൾ പ്രോജക്റ്റ് ചെയ്തപ്പോൾ അത് യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രം എടുത്ത് ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കറക്റ്റ് ഇതിന് ലെവലിന് വെച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെ ഈ 2 ക്ലച്ച് ഡ്രം കൂടി നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സ്പോട്ട് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയ നെട്ടും ബോൾട്ടും ഇതിൻ്റെ ചുറ്റിനും വെൽഡ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ 3 സൈഡിലും നെറ്റ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾട്ട് ഊരി മാറ്റിയിട്ട് നേരത്തെ അടിച്ച സ്പോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാഫ്റ്റ് വരുന്ന ഡ്രമ്മില്ല നെറ്റിൻ്റെ ത്രെഡെല്ലാം ഉരച്ച് കളയാം. ഇനി നമുക്ക് ഈ ക്ലച്ച് ഡ്രം പഴയ പോലെ അതിൻ്റെ അകത്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതേ കണക്ക് തന്നെ ക്ലച്ചും അതിൻ്റെ അകത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുത്ത 2 ഡ്രം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് അലൈൻമെൻറ്റ് നോക്കി ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ നേരത്തെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്കാണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് താഴോട്ടിറക്കാൻ പറ്റില്ല. ഇത് കയറി ഈ ഡ്രമ്മിൽ പിടിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് എടുത്തിട്ട് നമ്മൾ താണ്ട് ഈ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിടിക്കത്ത വിധത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ സിമ്പിളായിട്ട് കറക്കി കയറ്റി വിടാം. ഇനി നമുക്ക് ഈ താഴോട്ട് കിടക്കുന്ന ബോൾട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ ഉണ്ട്. അത് വേറൊന്നിൻ്റെ അല്ല, ഈ ഒരു ഷാഫ്റ്റ് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നതിൻ്റെയാണ്. പിന്നെ അതുമാത്രമല്ല വേറൊരു പണി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ എഞ്ചിൻ്റെ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ താണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ആ ഇമ്പല്ലറിൻ്റെ ഡയറക്ഷൻ തിരിച്ച് ഓപ്പോസിറ്റുമാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തിരിച്ചെടുക്കണം. അതിനായിട്ട് ബൈക്കിൻ്റെ 2 ഗിയർ എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഗിയർ നമ്മൾ ഈ ഒരു ഷാഫ്റ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ വേറൊരു ഗിയർ ഇതിലിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കത്ത വിധത്തിലും സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ ഇത് റിവേഴ്സിൽ കറങ്ങും. ഇവിടെ നമ്മൾ ഷാഫ്റ്റ് ഇട്ട് ഔട്ട് എടുക്കും. നമുക്ക് ഈ സ്പോക്കറ്റ് ഇങ്ങനെ നിർത്താൻ വേണ്ടി ഈ ഷാഫ്റ്റിൽ വെൽഡ് അടിച്ച് നിറച്ചിട്ട് അതിനെ ലെയ്ത്തി കയറ്റി കറക്റ്റ് ലെവലാക്കി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ലെയ്ത്തി കൊടുത്ത് ഗിയർ കറക്റ്റ് നിൽക്കത്ത വിധത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗിയറിൻ്റെ അളവിന് പ്ലേറ്റ് കട്ട് ചെയ്ത് ഹോളിട്ടെടുക്കാം.
ഗിയർ ഇങ്ങനെ ഈ ഷാഫ്റ്റ് വെച്ച് നമുക്കൊരു ചെറിയ ഗിയർ ബോക്സ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളൊരു ഗിയർ ബോക്സ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പോക്കറ്റ് ക്ലച്ചിലും വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കത്തക്ക വിധത്തിലൊരു സപ്പോർട്ട് കൊടുത്ത് നിർത്തണം. അപ്പോഴും നമുക്ക് ഇതാണ്ട് ഇങ്ങനെ റിവേഴ്സ് കറങ്ങും. അങ്ങനെ നമ്മൾ ഫുള്ള് ലെവലിനൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞതാണ്ട് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ആട്ടം കണ്ട, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെയറിങ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിനെയും കൂടി ജോയിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ നിർത്തും. അങ്ങനെ നമ്മുടെ ഗിയർ ബോക്സ് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എൻജിന് വെച്ച് സെറ്റ് ചെയ്ത് വാട്ടർ ജെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് അടിച്ചപ്പോൾ 1-2 പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഈ ഇമ്പല്ലർ പ്രഷർ കൊണ്ട് അകത്തോട്ട് തള്ളി ഇൻടേക്കിൽ വന്ന് ലോക്കായിപ്പോയി. അത് പരിഹരിക്കാനായിട്ട് ഒരു സർക്ലിപ്പ് സെറ്റ് ചെയ്ത് ബെയറിങ്ങും ഇട്ട് ഇതുപോലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഇൻടേക്കിൽ തന്നെ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കുളത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു പവർ എങ്ങനെ ഉണ്ടെന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല പവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം നല്ല രീതിക്ക് തന്നെ വർക്കായി. ഇനി നമുക്ക് ഈ ഫുൾ സിസ്റ്റം നമ്മുടെ സർഫ് ബോർഡിൽ കൊണ്ടുവച്ച് സെറ്റ് ചെയ്യാം. ഈ ബോർഡിനൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാലേ, ഞാൻ ചുമ്മാ കയറി ഇരിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇത്രയും ഭാഗം മുങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ എഞ്ചിൻ ഒരു കാരണം വെച്ചാലും വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇത് വലിയ റിസ്ക്കാണ് ഇതിൽ ചെയ്യുന്നത്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ബീച്ചിൽ പോയപ്പോൾ 2 ഒടിഞ്ഞ സർഫ് ബോർഡ് ഇരിക്കുന്നുണ്ടത്. അത്യാവശ്യം വലിയ സൈസാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അതിൻ്റെ ആളിനെ കണ്ടുപിടിച്ച് ചോദിക്കുന്ന പൈസയും കൊടുത്ത് സാധനം മേടിച്ച്. സൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സർഫ് ബോർഡിൻ്റെ ഒന്നും നല്ല നീളവും വീതി ഇതിനുണ്ട്. ഇതിൻ്റെ കനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇത്ര കനമുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിപ്പോയ ഭാഗമൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കണം. അതിനായിട്ട് PU ഫോം ഉപയോഗിച്ച് പൊട്ടിയ ഭാഗത്തൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറത്തേക്ക് തള്ളി വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഉറപ്പിന് വേണ്ടി PVC കട്ട് ചെയ്ത് സർഫ് ബോർഡിൻ്റെ ഉള്ളിലെ തടിയിൽ ഇതുപോലെ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ മണ്ടയിൽ ഫൈബർ മാറ്റ് ഇട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സർഫ് ബോർഡ് ഒട്ടിച്ചെടുത്ത് നല്ല സെറ്റാക്കി ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ ഇട്ടൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. എയർ നിന്ന് കഴിഞ്ഞാൽ ബാക്കൊന്നും വലുതായിട്ട് മുങ്ങത്തൊന്നുമില്ല കണ്ട. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മണ്ടയിൽ നമ്മളെ എഞ്ചിൻ കയറ്റി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ടെസ്റ്റിന് ശേഷം നമ്മൾ ഫൈബർ മാറ്റ് ചെയ്ത ഭാഗത്തൊക്കെ മാച്ച് ചെയ്യുന്ന രീതിക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് JLCMC ആണ്. എന്നെപ്പോലെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സൈറ്റ്. പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്തോ സെലക്ട് ചെയ്തോ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. കപ്ലിംഗ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് മോഡൽ വന്നു. അതിൽ യൂണിവേഴ്സൽ കപ്ലിംഗ് സെലക്ട് ചെയ്യാം. ഇനി ഒരു സൈഡിൽ നമുക്ക് വേണ്ടത് 15 mm ഹോളും മറ്റേ സൈഡിൽ 8 mm ഹോളുമാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നേരെ കാർട്ടിൽ ആഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. വേൾഡ് വൈഡ് ഷിപ്പിംഗും ഉണ്ട്. റിയൽ ടൈമിൽ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെ പ്രോഡക്റ്റ് കൈ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്താണ് അവർ അയച്ചേക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടി. ഫാസ്റ്റ് ഡെലിവറിയും നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ഒന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ വേണ്ട. ഒരു മെറ്റൽ പീസിനൊക്കെ ഇമാതിരി പാക്കിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇതൊക്കെയാണ് നമ്മളിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻഡസ്ട്രിയൽ ലെവൽ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ 3D പ്രിൻറ്റിംഗ് സൈറ്റിൽ നമ്മുടെ ഇമ്പല്ലറിൻ്റെ ഡിസൈൻ അപ്ലോഡ് ചെയ്ത് കാർബൺ ഫൈബറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൊടുത്ത അളവുകളൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഫിറ്റാണ്. സമയം കളയാതെ നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ $123 കൂപ്പൺ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഇനി നമുക്കുള്ളൊരു വലിയ പണി എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സിസ്റ്റത്തിനെ ഈ ബോർഡിൽ വെച്ച് സെറ്റ് ചെയ്യണം. അതിലുള്ളൊരു പണിയെന്ന് വെച്ചാൽ ഈ എൻജിൻ നനയാതെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വലിയ കന്നാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മണ്ട ഭാഗം നമ്മളിങ്ങനെ കീറിയിട്ട് അതിൻ്റെ അകത്ത് എൻജിൻ വെച്ച് ഈ ഷാഫ്റ്റ് മാത്രം നമ്മൾ വെളിയിട്ടെടുക്കും. അതിനാദ്യം നമുക്ക് ഈ ജെറ്റ് യൂണിറ്റ് ഇവിടെ പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫിന്നിൻ്റെ ആവശ്യമില്ല, സോ നമുക്കത് ഇളക്കി മാറ്റാം. ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള തെർമോക്കോളും പ്ലാസ്റ്റിക്കും കട്ട് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമ്മളെ ജെറ്റ് യൂണിറ്റ് ഇവിടെ പിടിപ്പിക്കാൻ പറ്റൂ.
അങ്ങനെ നമ്മളെ ജെറ്റ് വെക്കാൻ സൈസിന് നമ്മളൊരു ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളെ ഇൻടേക്കിൽ തന്നെയുള്ള ഹോളിൻ്റെ പൊസിഷൻ നമ്മളെ സർഫ് ബോർഡിൽ മാർക്ക് ചെയ്ത് ഹോൾ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി അതേ അളവിന് ഒരു പ്ലേറ്റിലും 2 ഹോൾ ഇട്ടെടുക്കാം. ഇനി ആ പ്ലേറ്റിൻ്റെ 2 അറ്റത്തായിട്ട് ഇതുപോലത്തെ വലിയ ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളെ സർഫ് ബോർഡിലും അതേ അളവിലുള്ള വലിയ 2 ഹോളിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്ത ക്ലാമ്പ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ജെറ്റ് യൂണിറ്റ് ക്ലാമ്പിൽ ഇറക്കി വെച്ച് നെട്ടിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വാട്ടർ ജെറ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻജിൻ ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ഈ ഷാഫ്റ്റിൻ്റെ നീളം നമുക്ക് കറക്റ്റ് അളവ് വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരളവ് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 ജോയിൻറ്റിനെയും ഇതുപോലത്തെ ഒരു കപ്ലിംഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ എൻജിനെയും ഈ ഷാഫ്റ്റിനെയും ഈ ഒരു ലെവലിൽ നിർത്തിയിട്ട് ഇത് നമുക്കിവിടെ ഉറപ്പിക്കണം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത് ഹോളിട്ട് നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ജെറ്റ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞതാണ്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ട, ഇതിൻ്റെ വാട്ടർ ഇൻടേക്കാണ്. ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പാക്കി ഇത് ഫില്ല് ചെയ്ത് അടച്ചെടുക്കണം. അതിനായിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ച് ഒരു ടെമ്പററി ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ജെറ്റ് യൂണിറ്റ് ഇളക്കി മാറ്റി ആ ഒരു ഭാഗം മുഴുവൻ ഫൈബർ മാറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫൈബർ മാറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇൻടേക്കിൻ്റെ അകത്തോട്ട് ചപ്പൻ ചവറുമൊക്കെ കയറി നമ്മുടെ ഇമ്പല്ലർ കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ ഒരു ചെറിയ ഗാർഡ് പോലെ ഞാൻ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ എൻജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കന്നാസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എൻജിൻ എടുത്ത് ഈ കന്നാസിൻ്റെ അകത്ത് ഇറക്കി വെച്ച് നോക്കാം. എന്തോ ഭാഗ്യത്തിന് ഇത് കറക്റ്റ് ഫിറ്റാണ്. നമുക്കിനി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഹോൾ അടിച്ച് ഔട്ട് വെളിയിലോട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ഈ എൻജിനെ ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ എൻജിനെ ഈ ഷാഫ്റ്റുമായിട്ട് കറക്റ്റ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വെച്ച് ലെവലിന് വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ പട്ട ഉപയോഗിച്ചിട്ട് വെൽഡ് അടിച്ച് ഈ മിഷൻ എവിടെ അങ്ങ് ഉറപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഈ എൻജിൻ പിടിപ്പിക്കാം. വാട്ടർ സീലായിരിക്കാൻ വേണ്ടി സൈക്കിളിൻ്റെ ട്യൂബ് കട്ട് ചെയ്ത് ഞാൻ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ എൻജിൻ എപ്പോൾ വേണേലും വെക്കാനും അഴിച്ച് മാറ്റാനും പറ്റിയ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ടെസ്റ്റ് അടിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ആകെ ഉള്ളൊരു പണി ഇതൊന്ന് ആക്സിലേറ്റർ വെളിയിലോട്ട് എടുക്കണം, നമുക്ക് കയ്യിലോട്ടാക്കണത്. അതിനായിട്ട് ഞാൻ ഒരു സൈക്കിളിൻ്റെ ബ്രൗഡവും അതുപോലെ തന്നെ ഒരു ബ്രേക്കും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ബ്രൗഡം കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്ത് ചെറിയൊരു കഷ്ണം PVC കട്ട് ചെയ്ത് ഒരു ചെറിയ പിടിയും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രൗഡത്തിൻ്റെ മറ്റേ അറ്റം സ്വിച്ചിൽ കണക്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു സ്റ്റോപ്പർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ 2 മാസത്തെ കഷ്ടപ്പാടിന് ശേഷം ഫുള്ള് ക്ലിയർ ചെയ്ത് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള കുളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ഇതൊന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കാം. ഈ കന്നാസിൻ്റെ അകത്തൊക്കെ വെള്ളം കയറുന്നുണ്ടാന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ത്രോട്ടിൽ റെസ്പോൺസ് കാണിക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ പോകും എന്നുള്ളത് നോക്കാം. എൻ്റെ പൊന്നു മക്കളെ, വിഷയം പവറാണ്. ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് ഒരു പരിപാടി കാണിക്കാൻ പറ്റില്ല, നേരെ കായലിലോട്ട് വെച്ചുകൂടെ. അങ്ങനെ നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ സർഫ് ബോർഡ് നമ്മൾ കായലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് റഫാണ്, മഴക്കോളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഒന്നും കാര്യമാക്കുന്നില്ല. ഇന്ന് നമ്മളിതിൻ്റെ ഫുൾ ത്രോട്ടിലെടുത്ത് ആ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അഡീഷണലായിട്ട് ഇതിലൊരു ഹാൻഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല പവറുണ്ട്. നമ്മൾ കുളത്തിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വീഴാൻ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് നമ്മൾ വാട്ടർ സീലായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റിയൊക്കെ മാക്സിമം ഉപയോഗിക്കണം. സേഫ്റ്റി ഒന്നും ഇല്ലാതെ ഒരു പരിപാടിക്ക് ഇറങ്ങല്, പ്രത്യേകിച്ച് ഇമ്മാതിരി പരിപാടിക്ക്.
ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ സാധനം എന്ന് പറഞ്ഞാൽ സാധനം വിഷയം പവറായിരുന്നു. എനിക്ക് അതിൻ്റെ പട്ടേ നിൽക്കാൻ പോലും പറ്റത്തില്ല, എന്നെ മറിച്ചിടാനുള്ള പവർ അതിനുണ്ട്. ടെസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് പണി എന്നെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റ് ഇതാണെന്ന് പറയാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.